ഇല്ലാത്തതുകൊണ്ട് തന്നെ രാവിലെ എണീറ്റിട്ട് ഒരു ക്ലീൻ ആവാമെന്ന് കരുതിയിട്ട് മുറ്റൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. അത് കഴിഞ്ഞ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. എനിക്കിഷ്ടപ്പെട്ട തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു പിന്നെ ഞാൻ ചെറിയ ചെറിയ കുട്ടി പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എൻ്റെ മെയിനായിട്ട് എൻ്റെ ബെഡ്റൂമിൽ ക്ലീൻ ചെയ്യാൻ വിചാരിച്ചു. അതായത് എക്സാമൊക്കെ കഴിഞ്ഞുകൊണ്ട് തന്നെ എൻ്റെ സ്റ്റഡി ടേബിൾ കിടക്കുന്നത് ആകെ അലങ്കോലമായിട്ടാണ്. അതായത് കുറേ പേപ്പേഴ്സും പിന്നെ എൻ്റെ ബുക്ക് നോട്ട്ബുക്ക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു റെഡിയാക്കാമെന്ന്. അങ്ങനെ എൻ്റെ കുളി കഴിഞ്ഞ് വന്നപ്പോൾ ഇതാണിപ്പോൾ നമ്മളെ സ്റ്റഡി ടേബിളിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ. അങ്ങനെ ഞാൻ എക്സാം ഒക്കെ കഴിഞ്ഞതാണല്ലോ, അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മളെ നോട്ട് ബുക്ക് അതേപോലെ പേപ്പേഴ്സൊക്കെ ഇതേപോലെ ഞാനിങ്ങനെ ഒതുക്കി വെക്കും കേട്ടോ. അതായത് എൻ്റെ കയ്യിന് കുറച്ച് മുന്നത്തെ ബുക്കൊക്കെ ഇതിലുണ്ട്. പിന്നെ നമ്മളെ സ്റ്റഡി ടേബിൾ ഞാൻ നല്ല വൃത്തിയായി നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി ശേഷം ഞാൻ വിചാരിച്ചു എൻ്റെ ഒരു ഷെൽഫ് സെറ്റാക്കാമെന്ന്. എവിടെയെങ്കിലും പോകുന്ന ടൈമിലാട്ടോ ഇതൊക്കെ മിസ്സാവുന്നത്. ഒന്നുണ്ടെങ്കിൽ ഒന്നുണ്ടാവില്ല. വിചാരിച്ചു ഇതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കാമെന്ന്. പിന്നെ എന്താ പറയുക, ഞാൻ ഒരുപാട് മുന്നേ ഉപയോഗിച്ചതിൻ്റെ കുറേ ഓർണമെൻറ്റ്സൊക്കെ എനിക്ക് കിട്ടിട്ടോ. പിന്നെ എൻ്റെ അടുത്ത് നമ്മൾ ഫസ്റ്റായിട്ട് ലിപ്സ്റ്റിക്ക് ഇറങ്ങുന്ന ടൈമിൽ നമ്മളെ കയ്യിലുണ്ടായിരുന്ന ഒരു ലിപ്സ്റ്റിക്കാണ് മെയിനായിട്ട് ഡാസ്ലറിൽ. അതുവരെ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പണ്ട് 7th പഠിക്കുമ്പോൾ ഒപ്പനയ്ക്ക് കൂടിയിട്ടുണ്ടായപ്പോൾ എൻ്റെ വള അതേപോലെ എൻ്റെ മാല അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പം ഞാൻ എൻ്റെ പഴയതായിട്ടുള്ള ഓർണമെൻറ്റ്സും പിന്നെ എൻ്റെ ഇപ്പോഴത്തതൊക്കെ ആയിട്ട് ഇങ്ങനെ മാറ്റി മാറ്റി വെച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ എനിക്ക് എൻ്റെ 7th തന്നെ ഒരു ഓട്ടോഗ്രാഫ് കിട്ടി. അപ്പോൾ അത് ഞാൻ നോക്കിയിട്ടോ. അങ്ങനെ ഇപ്പോൾ എൻ്റെ ക്ലീനപ്പൊക്കെ ഏകദേശം കഴിഞ്ഞ് ഞാൻ സെറ്റാക്കി എൻ്റെ ഷെൽഫിൽ വെച്ചു. അപ്പോൾ ഇങ്ങനെ കിടന്ന് നമ്മുടെ ഷെൽഫ് ഇപ്പോൾ ഇതൊന്ന് നീറ്റ് ആൻഡ് ക്ലീൻ ആയി കിടന്നേ. അങ്ങനെ പിന്നെ ഞാൻ ഫുഡും കഴിച്ചിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. ബൈ.